ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കോഡിയാപ്പ് ഉപയോഗിച്ചിട്ട് ലൈവ് ടി വി ചാനൽ സെറ്റ് ചെയ്യുന്നു. ഈ മാസത്തിൽ അല്ലെങ്കിൽ 40 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാനലുകളിലൊന്നും കാണാതാവും. കുറേ ചാനലുകൾ നഷ്ടപ്പെടും. അപ്പം വെറും വാർത്താ ചാനൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം അതിനുള്ള അപ്ഡേഷൻ ചെയ്യുന്ന രീതിയാണ്. നേരത്തെ വീഡിയോ ഏകദേശം സമാനപരമായിട്ട് തന്നെ എങ്കിൽ കൂടി കുറച്ച് വിശദീകരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ, എന്നാലേ അതിൽ കാര്യമായ പ്രയോജനം ഉണ്ടാവുള്ളൂ നമുക്ക്. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നേരിട്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് നേരത്തെ ഒരു 1.5 മാസം മുമ്പ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നതാണ്. ഇപ്പോൾ നിലവിൽ ഈ വാർത്താ ചാനലുകൾ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ മലയാളത്തിലെ മൊത്തത്തിൽ. ബാക്കി എല്ലാ ചാനലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഇത് കേരളി ചാനലാണ്. അതേപോലെ വാർത്താ ചാനൽ 24, ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ, അങ്ങനെ തുടങ്ങിയ വാർത്താ ചാനലുകൾ മിക്ക ചാനലുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. വിനോദ ചാനലുകൾ നമുക്കിപ്പോൾ ലഭ്യമല്ല. അതിന് കാരണം ഇത് പുതിയ അപ്ഡേഷൻ വന്നതാണ്. പുതിയ അപ്ഡേഷൻ ഇങ്ങനെ 1.5 മാസം, ചിലപ്പോൾ 2 മാസം അങ്ങനെയൊക്കെ ആകുമ്പോൾ മാറി വരാറുണ്ട്. ഇപ്പം നമ്മൾ മറ്റു ചാനലുകൾ, വിനോദ ചാനലുകൾ നമ്മൾ കാണുമ്പോൾ അതൊന്നും നമുക്ക് ഓപ്പൺ ആവുന്നില്ല. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട്, വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ വാർത്താ ചാനലുകളും വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മറിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്പോർട്സ് ചാനൽ, വിനോദ ചാനലുകൾ ഒന്നും തന്നെ ഇതിനൊപ്പം ഈ സെൻഡ് ഫയൽ എന്ന് പറഞ്ഞ ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാലേ നമുക്ക് കൊടിയുടെ ഫയൽ മാനേജറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ടി വി സ്ക്രീനിൽ നമ്മുടെ ഫയൽ മാനേജറിൽ കാണിക്കും ഇതേപോലെ. ഇത് വെച്ചിട്ടാണ് നമുക്ക് റെപ്പോസിറ്ററി ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അതിനിപ്പോൾ നമ്മൾ പോകേണ്ടത് കോഡി ആപ്പ് വീണ്ടും ഓൺ ചെയ്യുക, സെറ്റിങ്സിൽ പോവുക, മുകളിൽ രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിൽ നടുക്കുള്ളത് അതിൽ ഫയൽ മാനേജറിൽ പോവുക, അതിൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാളേഷൻ സിപ്പ് ഫയലുണ്ട്, ഇതിലേക്കാണ് നമ്മൾ ഫയൽ കൊടുക്കേണ്ടത്. ഇത് പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയതാണ്, അതുകൂടി ആലോചിക്കണം. അത് റെപ്പോസിറ്ററി നമ്മൾ ചെയ്ത് ഡൗൺലോഡിൽ കിട്ടും. ഇത് ആദ്യം ഈ റെപ്പോസിറ്ററി ഇൻസ്റ്റാൾ ചെയ്യാം. റെപ്പോസിറ്ററി ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഫയൽ ഇവിടെ ആഡാവും. ഇവിടെ പോപ്പപ്പ് വരും. റൈറ്റ് സൈഡിൽ ചുവപ്പ് ഇതിൽ ആഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ് വരും. അതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ സിപ്പ് ഫയലിലേക്ക് പോവുക. ഫയൽ മാനേജറിൽ പോയിട്ട് സിപ്പ് ഫയലിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ നേരത്തെ പോയതേപോലെ ഡൗൺലോഡിൽ പോവുക. ഡൗൺലോഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജിയോ ടി വിൻ്റെ ഒരു ഫയലാണ്. ആ ഫയലും കൂടി ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. ഇത് കുറേ നേരം ഇതിങ്ങനെ നിൽക്കും ഇൻസ്റ്റാൾ ആവാൻ വേണ്ടി. കുറച്ചധികം സമയമെടുക്കുന്ന പ്രോസസ്സാണിത്. ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഇത് കാണിച്ച പോലെ തന്നെ ഓക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ കുറേ നേരത്തിൽ ഇങ്ങനെ നിൽക്കും. ചുരുങ്ങിയതൊരു 4 മിനിറ്റോളം പിടിക്കും ഇത് ഇൻസ്റ്റാളായി വരാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റാളായി വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ പോപ്പപ്പ് വരും. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് പോപ്പപ്പ് വരും. ഇതേപോലെ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. എന്ന് കരുതിയിട്ട് ഓഫ് ചെയ്യുക, മറ്റു ബട്ടണിൽ പ്രസ് ചെയ്യുക ഒന്നും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ അത് പ്രശ്നമാകും. അപ്പം ഇതേപോലെ വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം ഒരു 4 മിനിറ്റ് കഷ്ടിച്ച് 3 മിനിറ്റ് 4 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ 2 ഫയലും എൻ്റെ ടെലഗ്രാം ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ ടെലഗ്രാം ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞ് ഇതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും.
പലരും കമൻറ്റിൽ ചോദിച്ചിരുന്നു കിട്ടുന്നില്ല, പിന്നെ ഫയലിനെ പറ്റി ചോദിച്ചിരുന്നു. ഫയലെല്ലാം എല്ലാ ഫയലും ഞാൻ ടെലഗ്രാം ചാനലിൽ സൂക്ഷിച്ചിട്ടുണ്ട്, പിൻ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ ഫയലുണ്ടാവും, അപ്പോൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ ഒന്നുകൂടി നോക്കണം നിങ്ങൾ. അപ്പോൾ അത് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ സെൻഡ് ഫയൽ ടി വിയും കൂടി നിങ്ങൾ ആഡ് ചെയ്യണം, എന്നാലേ മൊബൈലിൽ നിന്ന് നമുക്ക് ടി വിയിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. വീട്ടിൽ സമയമെടുക്കുന്നുണ്ട് അത്യാവശ്യം. പിന്നെ വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കുക, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ അറിയിച്ചാലും മതി. രണ്ടിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആഡായി, നമുക്ക് ജിയോ ടി വി ആഡായിരുന്നു എഴുതി കാണിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം പ്രോസസ്സൊക്കെ കഴിഞ്ഞു. വീണ്ടും നമ്മൾ ബാക്ക് ആണ് നമ്മൾ പോകേണ്ടത്. ബാക്ക് പോയിട്ട് നമ്മൾ ഇനി ആഡോണിൽ വരണം. ആഡോണിൽ വന്നു കഴിഞ്ഞാൽ താഴെ ലെഫ്റ്റ് സൈഡിൽ ആഡോൺ കാണിക്കും. അപ്പോൾ ഈ ജിയോ ടി വിൻ്റെ സിമ്പിൾ കാണിക്കും. അതായത് ഇതിൽ നമ്മൾ ജിയോ ടി വി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പ്രസ് ചെയ്യുക, സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണിക്കും. സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ 2 ടോഗിൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും. മുകളിലുള്ള 2 ടോഗിൾ IPR TV എന്നുള്ളതിൻ്റെ താഴെയുള്ള 2 ടോഗിളും നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഓൺ ചെയ്ത് ഓക്കെ കൊടുക്കണം. രണ്ടും ആദ്യം ഓൺ ചെയ്യുക, എന്നിട്ട് റൈറ്റ് സൈഡിൽ മുകളിലുള്ള ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ചെയ്ത് ഇത്രയും മതി. ഇനി വീണ്ടും ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. സെൻറ്റർ ബട്ടൺ ഒന്നും കൂടി പ്രസ് ചെയ്യുക. വീണ്ടും സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയ ശേഷം നമ്മളോട് അക്കൗണ്ടാണ് ചോദിക്കുക. അക്കൗണ്ടിൻ്റെ കോളത്തിൽ നമ്മൾ ടച്ച് ചെയ്യണം. ഇപ്പോൾ സെറ്റിങ്സിൽ വന്നു, ലെഫ്റ്റ് സൈഡിൽ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. അക്കൗണ്ടിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് നീക്കിയിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇവർ നമ്മളോട് ഒരു മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പർ തീർച്ചയായിട്ടും ജിയോ സിമ്മിൻ്റെ നമ്പറായിരിക്കണം. അതിൽ കീബോർഡ് സെറ്റ് ചെയ്യുക, OTP അടിച്ചു കൊടുക്കുക. OTP അല്ല, OTPൻ്റെ മുമ്പ് നമ്മളെ നമ്പർ, ജിയോൻ്റെ നമ്പർ നമ്മൾ ചെയ്ത് കൊടുക്കണം. നമ്പർ ഞാൻ കുറച്ച് ഐഡിയ വെച്ചിരുന്നു. ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഡൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ OTP വരും. ഈ കൊടുത്ത മൊബൈലിൽ നമ്മൾ ഏത് ജിയോയുടെ സിം നമ്പറാണോ കൊടുക്കുന്നത് ആ നമ്പറിലേക്ക് ഒരു OTP പോകും. നമ്മൾ വീട്ടിൽ ആരുടെ അടുത്തെങ്കിലും ജിയോൻ്റെ സിം ഉണ്ടായാൽ മതി, നമ്മുടെ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് OTP വന്നിട്ടുണ്ട്. OTP നോക്കട്ടെ. OTP കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഈ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് സക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ് കൊണ്ടുവരും. ലോഗിൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവസാനിച്ചു, നമ്മുടെ പ്രോസസ്സെല്ലാം അവസാനിച്ചു. ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. സെറ്റിങ്സിൻ്റെ ഇതിൽ തന്നെ ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്യുക. ഓക്കെ ബട്ടൺ അടിച്ച് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടെ IPTV PVR എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു സ്കാനിങ് ബട്ടണാണ്. ഈ നമ്മുടെ ചാനൽ ക്ലയൻറ്റിനുള്ള ആവശ്യമുള്ള എല്ലാ ചാനലുകളും ഇത് അപ്ഡേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അത് യെസ് കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോപ്പപ്പ് വരിക. ഈ പോപ്പപ്പ് ഇതിന് കുറച്ച് സമയമെടുക്കും. ഇതിൻ്റെ പ്രോഗ്രസ് അധികം എടുക്കില്ല, 1 മിനിറ്റ് 2 മിനിറ്റോളം എടുക്കും. ടോട്ടൽ പറഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ നേരത്തെ പണിയുണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ. നമുക്ക് ഏതായാലും വളരെ ക്ഷമാപൂർവ്വം വീഡിയോയിൽ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് സക്സസ് ആയി കിട്ടുള്ളൂ. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അതാണ് ഞാൻ വളരെ വിശദമായിട്ട് തന്നെ അധികമൊന്നും സ്കിപ്പ് ചെയ്ത് കളയാതെ ഇങ്ങനെ വീഡിയോ ലൈവായിട്ട് തന്നെ കാണിക്കുന്നത്.
ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ പോപ്പപ്പ് വന്നു, IPTV ഇൻസ്റ്റാൾഡായി. ഇനി നമ്മൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് ആ കറങ്ങുന്ന ഇത് നമുക്ക് കാണാം. അത് ഏകദേശം ഒരു 100% ആവണം. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് TV-യുടെ റൈറ്റ് സൈഡ് കോർണറിൽ നോക്കിയാൽ മതി. അതിന് കൂടെ പല സോഫ്റ്റ്വെയറും ഇതിൽ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് ലോങ് പ്രോസസ്സാണത്. അതിന് നിങ്ങൾ മറ്റു ബട്ടണുകളിൽ ടച്ച് ചെയ്യുക, പവർ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ റിമോട്ടിൽ വേറെ റിമോട്ടൊക്കെ മാറ്റി വെച്ചേക്കുക. ഈ സമയത്തേക്ക് റിമോട്ടിലൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമാപൂർവ്വം ഇരുന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഞാനെത്ര ക്ഷമാപരമായിട്ടാണ് ഇത് ഇരുന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാനത് കാരണം തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ശരിക്കും പറയുന്നത്. മറ്റുള്ളവർക്ക് എന്നാലും അറിയുന്നവർക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ കൊടുത്ത സോഫ്റ്റ്വെയർ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ ഏകദേശം 100% ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും നമുക്ക് ആഡ് ഓണിലേക്ക് തന്നെ വരാം. ആഡ് ഓണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3 ഓപ്ഷൻ ഉണ്ടാവും. ഫെർദർ പിന്നെ ജനറൽ, ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് വരിക. അതിൽ നമ്മൾ ജനറൽ ചെയ്താൽ മതി. ജനറൽ ആദ്യം ചെയ്ത് നോക്കിയിട്ട് എൻ്റർടൈൻമെൻറ്റിൽ പോവാം. സെൻട്രലിലുള്ളതാണ് ജനറൽ. അതിൽ ചെയ്ത് എൻ്റർടൈൻമെൻറ്റ് കിഡ്സ്, പിന്നെ അങ്ങനെ പല ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ട്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത് കളർ TV-ൻ്റെ HD ചാനലാണ്. ഒരു ഉത്തരേന്ത്യൻ ചാനലാണ്, ഹിന്ദി ചാനലാണ്. ഉത്തരേന്ത്യയിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു HD. നമുക്ക് വീണ്ടും വേണം. നന്ദി, നമസ്കാരം.